പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ ശക്തമായ കരങ്ങളാണ് ഇന്ന് കേരളത്തിലെ 14 ജില്ലകളും കാണുന്ന വികസനം. കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് കേരളത്തിലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പെങ്കിൽ, കേരളത്തിലെ 14 ജില്ലയിൽ വികസനമെത്തിയെങ്കിൽ ആ വികസനത്തിന്റെ ഒരു ഭാഗം ആയിരക്കണക്കിന് കോടി രൂപയായി ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷമുള്ള കാര്യം ഞാൻ പറയുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇന്നുവരെ കാണാത്ത വികസനം. നമ്മുടെ വികസന വിരോധികൾ ഈ ഗവൺമെന്റിനെ ഏറ്റവും മോശമായി മാധ്യമങ്ങൾ കൂടി ചിത്രീകരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം: നിങ്ങൾ ചങ്ങനാശ്ശേരിയിൽ വന്ന് നോക്കൂ, ചങ്ങനാശ്ശേരിയിലെ ഓരോ പ്രദേശവും നോക്കൂ, ഓരോ പഞ്ചായത്തിലും നോക്കൂ. കുടിവെള്ളം ബഹുമാനപ്പെട്ട റോഷി ഇരിപ്പുണ്ട്. 680 കോടി രൂപയാണ് കുടിവെള്ളത്തിന് വേണ്ടി ചങ്ങനാശ്ശേരിക്ക് അനുവദിച്ചത്. പുതിയ ചങ്ങനാശ്ശേരി നമ്മുടെ മുദ്രാവാക്യം. പുതിയ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി പുതിയ ആശുപത്രി തന്നത് LDF ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയൻ. പുതിയ ചങ്ങനാശ്ശേരിക്ക് വേണ്ടി പുതിയ KSRTC ബസ് സ്റ്റാൻഡ് തന്നത് പിണറായി വിജയൻ, LDF. ചങ്ങനാശ്ശേരിക്ക് വേണ്ടി പുതിയ സ്റ്റേഡിയം അതും തന്നത് LDF ഗവൺമെന്റ്, പിണറായി വിജയൻ. ചങ്ങനാശ്ശേരിക്ക് പോലീസ് സ്റ്റേഷൻ പുതിയത് അത് തന്നത് LDF, പിണറായി വിജയൻ. ചങ്ങനാശ്ശേരിക്ക് പുതിയ എക്സൈസ് ഓഫീസ് വന്നത് സഖാവ് പിണറായി വിജയൻ, LDF ഗവൺമെന്റ്. ഇങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞാൽ തീരാത്ത രീതിയിൽ 100 കണക്കിന് കോടി രൂപയുടെ വികസനം ഈ നാട്ടിൽ കൊണ്ടുവന്നെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾ ഒരിക്കലും LDFിനെ വിടില്ല. LDFിനെ കണ്ണയത്തോട് ചേർത്ത് പിടിക്കും. LDFിൽ കൂടിയേ ഏതാണ് നമുക്ക് കൊണ്ടുനടക്കൂ എന്ന് ഒരിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പാർട്ടി ചെയർമാന് ഇവിടെ വന്നെത്തിയപ്പോൾ ഇവിടുത്തെ പൊതുജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ, വ്യാപാരികൾ, വ്യവസായികൾ എല്ലാവരുടെയും ആവേശകരമായ സ്വീകരണം. ആ സ്വീകരണത്തിന് അദ്ദേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനം അടുത്ത നടപടിക്രമത്തിലേക്ക് കിടക്കാൻ വേണ്ടി ഞാൻ എന്നെ അവസാനിപ്പിക്കുന്നു. കർഷക തൊഴിലാളിക്കുന്ന പെൻഷൻ ഈ രാജ്യത്ത് ആദ്യമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആരാണ് അവതരിപ്പിച്ചത്? അന്നുണ്ടായിരുന്ന പ്രധാനമന്ത്രി ശ്രീ KM മാണിയായിരുന്നു. ആരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി? ഇടതുപക്ഷത്തിന്റെ നേതാവായിരുന്ന ശ്രീ EK നായനായിരുന്നു. ആരായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്ന മുന്നണി? അത് ഇടതുപക്ഷമായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അന്ന് വെറും 45 രൂപയുടെ ആരംഭിച്ച ക്ഷേമ പദ്ധതികൾ ഇന്ന് പല ക്ഷേമ പദ്ധതികളായി ഇന്ന് 2000 രൂപയിൽ എത്തി. ഇന്ന് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലുള്ള ആരെങ്കിലും കൗൺസിലർമാരിട്ടുണ്ട്? ആരെങ്കിലും കൗൺസിലർമാരുടെ പുറകിലോ മുമ്പിലോ ഇരിപ്പുണ്ടോ? ഇവിടെ ഞാൻ ഈ മുനിസിപ്പാലിറ്റികളെന്ന് കണക്കെടുത്ത് നോക്കിയാണ്. ഈ മുനിസിപ്പാലിറ്റിയില് സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞ 2000 രൂപ കൊടുക്കുന്ന എത്ര കുടുംബങ്ങൾക്കുണ്ട്? ആകെ 5763 ആളുകൾക്ക് 2000 രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ഓരോ കുടുംബത്തിന് ഒരു അല്പം ആശ്വാസമായിട്ട് അവർക്ക് കിട്ടുകയാണ്. അവരെ ഒന്ന് അംഗീകരിച്ച് അത്യാവശ്യം ചില ചെലവുകൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഈ മുനിസിപ്പാലിറ്റി എത്ര രൂപ ചെലവാക്കുന്നുണ്ട് നിങ്ങൾ പറയാമോ? 5763 ആളുകൾക്ക് 2000 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു മാസം ഈ മുനിസിപ്പാലിറ്റി 1,15,00,000 രൂപയാണ് അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്രയാണ് ഇവിടെ കൊടുക്കുന്നത്? ഈ മുനിസിപ്പാലിറ്റി 13,83,00,000 രൂപ ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് ഒരു വർഷം ഈ മുനിസിപ്പാലിറ്റി കൊടുക്കുകയാണ്. നമ്മള് 13 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ 5 വർഷത്തേക്ക് എത്രയാണ് കൊടുക്കുന്നത്? 69 കോടി രൂപയാണ് ഈ മുനിസിപ്പാലിറ്റി മാത്രം കൊടുക്കുന്നത്. ഇത് മുനിസിപ്പാലിറ്റിയുടെ കണക്കാണ്. ഞാൻ ശരാശരി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അവിടുത്തെ ഈ പറഞ്ഞ 10 മണ്ഡലങ്ങൾ, ഇവിടെ 7-8 എല്ലാമില്ല, 6-7, പക്ഷെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏതാണ്ട് ശരാശരി
10 മണ്ഡലങ്ങളിലേക്ക് ചെന്നെത്തും. തയ്യാറാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ 69 കോടി രൂപയാണെങ്കിൽ അതിന്റെ 5 മണ്ഡലങ്ങളിലാണെങ്കിൽ പോലും 350 കോടിയിൽ കൂടുതൽ ക്ഷേമ പദ്ധതികൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ സാധാരണക്കാർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ആരാണ് ചേർത്ത് പിടിച്ചത്? പ്രതിപക്ഷമാണ്. ഒരു ലൈഫ് മിഷനില് ഈ മണ്ഡലത്തിൽ ഇനി പറയട്ടെ, ഇത്രയും കോടി രൂപയുടെ വികസനവും അതുപോലെ തന്നെ ക്ഷേമ പദ്ധതി നടക്കുമ്പോൾ നടത്തി അത് പ്രാവർത്തികമാക്കിയതിനു ശേഷം ഇത് വേണ്ടായിരുന്നു, ഇത് തെറ്റായിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അവരെ സഹായിക്കില്ല. കാരണം ഇവിടെ മുടിഞ്ഞാലേ ഉള്ളൂ അവർക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റു കക്ഷികളുമായി ചേർന്ന്, ഇന്ന് വർഗീയ കക്ഷികളുമായി ചേർന്ന് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ പറ്റൂ. അത് വരാതിരിക്കുവാനുള്ള ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം ഇനി നിങ്ങൾക്കാണ്. അതുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന വൈകവേളയിൽ ഇവിടെ വന്ന് സഹായിച്ച ഇതിനെ ഉജ്ജ്വലമായ ഗംഭീരമായ ഈ വികസന ജാഥയെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ ടീം അംഗങ്ങൾക്കും തങ്ങളോട് ചേർന്ന് നിന്ന് നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജില്ലാ കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് BA മൻസൂർ, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സജി ആലമുട്ടി, INL